സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയും നന്ദനും മുരളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ വീട്ടിലോട്ട് പോകുന്നത് നടന്നാണ് കേട്ടോ. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് നമുക്കൊരു ഓട്ടോ വിളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ദേവി പറയുന്നുണ്ട് അതൊന്നും വേണ്ട നന്ദു, നമുക്കിങ്ങനെ സംസാരിച്ച് നടന്നു പോകാം, എന്തായാലും ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ എത്തുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് ഈ മുരളിയുടെ ജോലിക്കാരിയൊക്കെ സംസാരിക്കുമ്പം ദേവിക പറയുന്നുണ്ട് എന്തായാലും ഗൗരിയും ഭാർഗവി ആൻറ്റിയും കൂടി മുരളിയേട്ടൻ്റെ കൂടെ പോകാണല്ലോ, അവർക്കിനിയിപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കില്ല ദേവി, അതൊക്കെ അവരുടെ വെറും ആഗ്രഹങ്ങൾ മാത്രം. അതെന്താ നന്ദു അങ്ങനെ പറയണേന്ന് വയ്ക്കുമ്പം ദേവി അവിടെ വെച്ച് പറഞ്ഞില്ലേ മുരളിയുടെ മുഖത്ത് വലിയ സന്തോഷമോ പ്രസരിപ്പോ ഒന്നുമില്ല, അത് മാത്രമല്ല മുരളിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന്. അത് സത്യ, മുരളിയുടെ ജോലി അവിടുത്തെ പോയി ആ ഒരു വിഷമത്തിലാണ് അവൻ നിൽക്കണേന്ന്. അത് കേട്ടതും ദേവിയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതെന്ത് പറ്റി നന്ദു, മുരളിയേട്ടന് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം ഏജൻറ്റ് നല്ലവനല്ലായിരുന്നു, മുരളിയെ അയാൾ പറ്റിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ മുരളിക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അതുമാത്രമല്ല കുറച്ച് കാലം മുരളി ജയിലിലും കിടന്നു. ഇതൊന്നും ഗൗരിക്കോ ഭാർഗവി ആൻറ്റിക്കോ അറിയില്ല. അവനോട് ഞാനിന്ന് എനിക്കൊരു വിസയുടെ കാര്യം ചോദിച്ചപ്പോഴാണ് അവൻ ഈ സത്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞത്. അതെന്തിനാ നന്ദു മുരളിയേട്ടനോട് വിസയുടെ കാര്യം ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനിവിടെ ജോലിയൊന്നുമില്ലാതെ നടക്കാമല്ലേ, എന്തായാലും നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനം തുടങ്ങണമെങ്കിൽ ഇനിയും സമയം എടുക്കും, ആ നേരം കൊണ്ടൊന്ന് ഗൾഫിൽ എന്തെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ അവിടെ പോയി ജോലി നോക്കാമെന്ന് വിചാരിച്ചാൽ മുരളിയോട് ചോദിച്ചാൽ ആ സമയത്ത് മുരളി എന്നോട് സത്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ലായിരുന്നു. അവനതും പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, ഇനിയിപ്പോൾ മുരളിയേട്ടന് ഗൾഫിന് പോകാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, ഇവിടെ എന്തെങ്കിലും ജോലി നോക്കാമല്ലോ, അതിന് ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി മുരളിയേട്ടന് എന്തെങ്കിലും ഒരു ജോലി റെഡിയാക്കി കൊടുക്കാമെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ആരോ അവരെ ഫോളോ ചെയ്യണ പോലെ വണ്ടിയിൽ വരുന്നുണ്ട്. ഈ സമയം നന്ദൻ പറയുന്നുണ്ട് ദേവി ശ്രദ്ധിച്ചിരുന്നോ, കുറേ സമയമായിട്ട് നമ്മളെ ആരോ ഫോളോ ചെയ്യണ്ടെന്ന് തോന്നുന്നു. ആ സമയം ദേവിക പറയുന്നുണ്ട് ഉവ്വ നന്ദു, ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കുറേ സമയമായി ആ ബൈക്ക് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നത്, അതെന്തിനായിരിക്കും അവർ നമ്മളെ ഫോളോ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അറിയില്ലല്ലോ നന്ദു, എന്തായാലും അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നണില്ല, നമ്മളിപ്പോൾ നടന്നു വന്നത് തന്നെ മണ്ടത്തരായി പോയി നന്ദു. ആ സമയത്ത് നന്ദനാണെങ്കിൽ ആ ബൈക്കുകാരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ദേവിക പറയുന്നുണ്ട് വേണ്ട നന്ദു, ഇപ്പോൾ രാത്രിയാണ്, അത് മാത്രമല്ല ഇവിടെ റോട്ടിലൊന്നും ആരുമില്ല, ഈ സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് അവരെ എതിരാകാൻ ചെന്നാൽ അത് പ്രശ്നമാവും, അതുകൊണ്ട് ഞാൻ മുരളിയേട്ടനെ വിളിക്കാമെന്ന്. അങ്ങനെ ദേവികയാണെങ്കിൽ ഫോണെടുത്ത് മുരളിക്ക് വിളിക്കുന്നുണ്ട്. ആ സമയം മുരളി എന്താ ദേവി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട് മുരളിയേട്ടൻ, ആരോ ഞങ്ങളെ ഫോളോ ചെയ്യണ പോലെ ഞങ്ങൾക്ക് തോന്നണം, മുരളിയേട്ടൻ ഇവിടെ വരെ വരാമോ എന്ന് ചോദിക്കണം. ആ സമയത്ത് മുരളി പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞ് മുരളിയാണെങ്കിൽ ബൈക്ക് എടുത്ത് നന്ദുവും ദേവിയും നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ മുരളി വന്ന കാണുന്നതും ഇവരെ ഫോളോ ചെയ്തിരുന്ന ആ ബൈക്കുകാർ വേഗം തന്നെ വണ്ടി ഓടിച്ചങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ മുരളി പറയുന്നുണ്ട് അവർ നിങ്ങളെ ഫോളോ ചെയ്ത് വന്നത് തന്നെ, എന്തായാലും നിങ്ങൾ ചെയ്തത് വലിയ മണ്ടത്തരമായി പോയി, ദേവിക ഇപ്പോൾ പഴയ ആളല്ലല്ലോ, MLA അല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് സൂക്ഷിച്ച് വേണ്ടേ നടക്കാൻ. ഇപ്പോൾ ആ വണ്ടിയിൽ ഡ്രൈവറെ പറഞ്ഞു വിടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ആ വണ്ടിയിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിലോട്ട് പോയാൽ പോരായിരുന്നോ, എന്തിനാ ദേവി അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് അതല്ല, ആ സന്ദീപിനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പം അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ അയാളെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യിക്കണ്ടല്ലോ എന്ന് കരുതിയാൽ ഞാൻ അങ്ങനെ ചെയ്തത്, അതിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, എന്തായാലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങളിനി പോയിക്കോളാമെന്നും പറഞ്ഞ് നന്ദനും ദേവികയും മുരളിയുടെ ആ ബൈക്കും വാങ്ങിക്കൊണ്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ ആ സന്ദീപിന് കുറേ പൈസയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നീ ആ കൃത്യം നിറവേറ്റണം, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അങ്ങനെയൊന്നും സംഭവിക്കുകയൊന്നുമില്ല, സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി, നീ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ആൾ MLA ആണ്, അതുകൊണ്ട് അതിൻ്റേതായ ശ്രദ്ധ വേണമെന്ന്. ആ സമയം സന്ദീപ് പറയുന്നുണ്ട് എനിക്കല്ലെങ്കിൽ തന്നെ പേടിയായിട്ട് പാടില്ല സാറേ, ഞാൻ ഇതുപോലെയുള്ള ഒരു പണിക്കും പോയിട്ടില്ല, ഇതാദ്യമായിട്ടാണ്, എന്തായാലും സാറ് കുറേ രൂപ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് സമ്മതിച്ചതാ, എനിക്കിപ്പോൾ തന്നെ കൈയും കാലും വിറച്ചിട്ട് പാടില്ല. ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഇപ്പോഴത്തെ നമ്മളുടെ പ്ലാൻ പൊളിഞ്ഞു എന്ന് വിചാരിച്ച് നീ പിന്നോട്ട് മാറുമൊന്നും വേണ്ട, പല പ്രാവശ്യം നമ്മൾ ശ്രമിച്ചു കഴിയുമ്പോഴേ വിജയിക്കാൻ പറ്റുള്ളൂ, ഇനിയും നമുക്ക് പറ്റിയ അവസരം കിട്ടും, അപ്പോൾ നമുക്കത് വേണ്ട പോലെ വിനിയോഗിക്കാമെന്ന്. പിന്നീട് നന്ദനെയും ഗൗരിനെയും ഫോളോ ചെയ്തു പോയ ആ ബൈക്കുകാർ ത്യാഗരാജൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ത്യാഗരാജനോട് പറയുന്നുണ്ട് സാറേ ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷേ അവസാന നിമിഷം ഏതോ ഒരുത്തം വന്നു, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല,
അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് അവിടെ വന്നത് ആരാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, അവരുടെ ഏതോ സുഹൃത്താന്ന് തോന്നണു. എന്തായാലും അയാൾ വന്ന് ഞങ്ങളെ പിടിക്കുമെന്നായപ്പോൾ ഞങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ടു പോന്നു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് നോക്കാമെന്ന്. ഇതേ സമയം നമ്മളുടെ പ്രഭാവതിയും സിദ്ധാർത്ഥനും ദേവികയും നന്ദനും വരാത്തത് എന്താണെന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് ഇവരിങ്ങനെ വരണേണ്ടതും പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ബൈക്കിന് വന്നേ, കാർ എന്തേന്ന് ചോദിക്കുമ്പോൾ കാറ് ഡ്രൈവർ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതെന്തിനാ കാറ് ഡ്രൈവർക്ക് കൊടുത്തു വിട്ടത്, അത് മോൾക്ക് യാത്ര ചെയ്യാനുള്ളതല്ലേ, ഇത് കൊടുത്തു, ഇനി മേലിൽ ഇതുപോലെ ചെയ്യരുതട്ടോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഞങ്ങൾ ഭാർഗവി ആൻറ്റിയുടെ വീട്ടിൽ കുറേ സമയം നിന്നില്ലേ, ഞങ്ങൾ പോരണവരെയും അയാളോടെ കാത്തു നിൽക്കണമല്ലോ എന്ന് കരുതിയാൽ ഞാൻ കാറുമായിട്ട് പോയിക്കോളാം പറഞ്ഞു. അത് കുഴപ്പമില്ല അച്ഛാ, എന്തായാലും ഞങ്ങൾ ചെയ്തത് മണ്ടത്തരമായെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. ആ സമയം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അതെന്താ മോൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഞങ്ങൾ വരുന്ന വഴി ആരോ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, അത് ആരാന്ന് ചോദിക്കുമ്പം അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല അച്ഛാ, എന്തായാലും കുറേ സമയങ്ങളോളം ഞങ്ങളെ ഫോളോ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുരളിയെ വിളിച്ചതും അവർ ബൈക്ക് തിരിച്ചു പോയി, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, സംഭവിച്ചത് സംഭവിച്ചു, എന്തായാലും ഇനി സൂക്ഷിക്കണം, നമുക്ക് ചുറ്റിനും ശത്രുക്കളുണ്ട്. ഇപ്പം തന്നെ ആ അരുന്ധതിക്ക് ദേവികയോട് നല്ല ശത്രുത ഉണ്ടാവും, അവളത് എങ്ങനെ തീർക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാമെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ഈ ദേവികയോട് ചോദിക്കുന്നുണ്ട്, മോള് ഫുഡൊക്കെ കഴിച്ചതല്ലേ, അതേ വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പം എന്നാൽ നമുക്ക് നാളത്തെ മീറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ ദേവികയും സിദ്ധാർത്ഥനും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഭാവതി അങ്ങോട്ട് വന്നിട്ട് ദേവിയോട് പറയുന്നുണ്ട്, മതി എഴുന്നേക്ക്, ഇനി ഇരുന്ന് സംസാരിക്കണ്ട, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ സംസാരിക്കാം, ഇതിപ്പോൾ പാർട്ടി പ്രവർത്തനം മാത്രം പോരാ, കുടുംബജീവിതവും കൂടി നോക്കണം, നന്ദൻ റൂമിൽ ഒറ്റയ്ക്കല്ലേ, നീ അങ്ങോട്ട് ചെല്ലുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അമ്മ ഒരു ഇത്തിരി നേരം കൂടി കഴിയട്ടെ എന്ന് പറയുമ്പം ഇനി ഒരു ഇത്തിരി നേരവും ഇല്ല, എന്തായാലും ഇപ്പം തന്നെ അച്ഛനും മോളും ചർച്ചയൊക്കെ അവസാനിപ്പിച്ച് അവരവരുടെ ബെഡ്റൂമിലേക്ക് പോയിക്കോ, ഇനി ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല എന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് പ്രഭ പറഞ്ഞത് നേരാ, മോളിനി പോയിക്കോ, രാവിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് സിദ്ധാർത്ഥനും ദേവികയൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ റൂമിലോട്ട് ചെല്ലണ സമയത്ത് നന്ദു അവിടെ വലിയൊരു പാവക്കുട്ടിയെ ഇങ്ങനെ പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. അത് കണ്ടതും ദേവിക അത്ഭുതത്തോടു കൂടി അതിനെടുത്ത് നോക്കുമ്പം നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ ദേവിക്ക് ഇതിന് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പം പിന്നെ ഇഷ്ടമാവാതെ എന്തോ ഓമനത്തുള്ള പാവക്കുട്ടിയാണ്, അപ്പം നമുക്കിനി ഈ പാവക്കുട്ടീനെ വളർത്താമല്ലേ എന്ന് ചോദിക്കണം. ആ സമയത്ത് ദേവി ചോദിക്കുന്നുണ്ട്, അതെന്താ നന്ദു അങ്ങനെ പറഞ്ഞതെന്നല്ല, ഇനിയിപ്പോൾ MLAക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാനൊന്നും സാധ്യതയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ പാവക്കുട്ടീനെ വളർത്തി തൃപ്തിപ്പെടാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല നന്ദു, എന്തായാലും ഓരോരോ പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഇത്രയും കാലം ജീവിച്ചു, ഇനിയിപ്പോൾ എന്തായാലും ഒരു കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങാമെന്നാണ് ഞാൻ തീരുമാനിച്ചേക്കണേന്ന്. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, സത്യമാണോ ദേവി പറയണത്, നമുക്കൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ. അങ്ങനെ ദേവികയാണെങ്കിൽ ആ പാവക്കുട്ടിയെ എടുത്ത് ഓമനിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, നമുക്ക് ഇതുപോലുള്ളൊരു പെൺകുട്ടിയെ വേണ്ടതെന്ന്. അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട്, അതെന്താ പെൺകുട്ടി, നന്ദുവിനെ കൂട്ടൊരു ആൺകുട്ടി മതിയെന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, വേണ്ട, എനിക്കൊരു പെൺകുട്ടിയെ മതി, അതും ദേവിയെ കൂട്ടുള്ള ഈ പാവക്കുട്ടി പോലെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പെൺകുട്ടി മതിയെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ആലോചിക്കാം, എന്തായാലും തൽക്കാലം ഇപ്പോൾ നമുക്ക് കിടന്നുറങ്ങാമെന്നും പറഞ്ഞ് കിടക്കാൻ പോണ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മുരളിയുടെ കാര്യം നമ്മൾ എന്ത് ചെയ്യും ദേവി എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ നന്ദു, മുരളിയേട്ടനൊരു ജോലി വേണമെന്നല്ലേ പറഞ്ഞ്, എന്തായാലും നന്ദുവിനെ എൻ്റെ ഡ്രൈവറാക്കാൻ പറ്റില്ല, സന്ദീപിനെ മാറ്റിയിട്ട് മുരളിയേട്ടനെ എൻ്റെ ഡ്രൈവറാക്കിയാലോ. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അത് ശരിയാ ദേവി, നമുക്ക് ആ സന്ദീപിനെ മാറ്റിയിട്ട് മുരളിയെ ഡ്രൈവറാക്കാം, അപ്പോൾ പിന്നെ അവനക്ക് ജോലിയില്ല എന്നുള്ള വിഷമവും മാറുമല്ലോ എന്ന്. അങ്ങനെ അവർ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ ഋഷിയെ ചെന്ന് കണ്ടിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സന്ദീപ് എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ദേവികയുടെ എല്ലാ നീക്കവും കൃത്യമായിട്ട് അറിയിക്കും. ഇന്നലെ അവരെ ആക്രമിക്കാൻ വേണ്ടി ഞാൻ ഒരു ടീമിനെ വിട്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് ആരോ ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് വന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനിയും നമുക്ക് അവസരം കിട്ടും, അത് നമുക്ക് വേണ്ട പോലെ വിനിയോഗിക്കാം, എന്തായാലും ഋഷി എടുത്തു ചാടി ഒന്നിനും നിൽക്കരുതെന്ന്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, ഇല്ല അങ്കിള് പറയണ പോലെ ഞാൻ കേൾക്കോളൂ, പിന്നെ ഈ വിവരങ്ങളൊന്നും അരുന്ധതിമേടോ CP അറിയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, ഇല്ല CP അങ്കിൾ അറിഞ്ഞാൽ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല, അല്ലെങ്കിൽ തന്നെ CP അങ്കിൾ എപ്പോഴും എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ഉപദേശം കേട്ടിട്ടും അടുത്തു. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഋഷി വന്നില്ലല്ലോ, ഇവൻ എവിടെ പോയി കിടക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാമെന്ന് കരുതി അരുന്ധതി ഫോണെടുത്ത് ഋഷിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഋഷി ത്യാഗരാജനോട് പറയുന്നുണ്ട്, അമ്മ വിളിച്ചു തുടങ്ങി, എന്തായാലും നമുക്ക് പിന്നെ കാണാം, അങ്കിള് പോയിക്കോന്നും പറഞ്ഞുകൊണ്ട്
ത്യാഗരാജനും അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് ഋഷി ഫോൺ എടുത്തിട്ട് എന്താമേന്ന് ചോദിക്കുമ്പം നീ ഇതെവിടെയാണ് ഋഷി, നീ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വന്നു പറയുന്നത്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട് അമ്മേ, ഇപ്പം തന്നെ വീട്ടിലോട്ട് വരാമെന്ന്. അങ്ങനെ ഋഷി വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് അരുന്ധതിക്ക് ഋഷിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ട് അരുന്ധതി ഋഷിയെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇത് എവിടെയായിരുന്നു സത്യത്തിൽ, നീ എന്തെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നണമല്ലോ, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് നീ നിൽക്കരുതെന്ന് പറയുമ്പം എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യും, അതിന് അമ്മ എന്നെ തടയാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് ഋഷി ദേഷ്യപ്പെട്ടുകൊണ്ട് മേളിലേക്ക് കയറി പോകുമ്പം ഈ അരുന്ധതി ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.